നമസ്കാരം എന്റെ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. കുറെ ദിവസമായിട്ടൊരു ലൈവിൽ വന്നിട്ട് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയ്ക്ക് വന്നിരുന്നു എന്നല്ലാതെ ലൈവ് സബ്ജക്റ്റുകൾ ചെയ്യാറില്ല. ഇപ്പൊ ഒന്നത് വേറെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ളത് കൊണ്ട് അതിന്റെ മേഖലയിലായതുകൊണ്ടാണ്. നമുക്ക് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകാലിക വിഷയങ്ങളൊക്കെ നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ ഞാൻ എന്റേതായിട്ടുള്ള വികാരങ്ങൾ അതേ രീതിയിൽ തന്നെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അത് എല്ലാവർക്കും അറിയാം. നമ്മളൊന്നും കൂട്ടിച്ചേർക്കുകയോ അതല്ലെങ്കിൽ കുറയ്ക്കാനോ പോവില്ല. നമ്മൾക്ക് പറയാനുള്ളത് പച്ചയ്ക്ക് അതേ രീതിയിൽ പറയും. അത് ജിഹാദികളോടാണെങ്കിലും നമ്മുടെ നേതൃത്വങ്ങളോടാണെങ്കിലും പച്ചയ്ക്ക് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടേറെ ഇത് മുഖാതിരം ഒരുപാട് തെറികളും ഒരുപാട് പാഴ്വാക്കുകളും എല്ലാ ഭീഷണികളും ഒക്കെ കൃത്യമായിട്ട് എല്ലാ ഭാഗത്തു നിന്നും വരാറുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഈ മുടി പോലെ മാത്രമേ കാണാറുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ രീതിയിൽ തന്നെയാണ് എന്റെ ജീവിതം. അത് ഒരുപാട് നാളുകളായിട്ട് വർഷങ്ങളായിട്ട് അനുഭവിച്ച് കൃത്യമായിട്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. നമുക്ക് ഞാനിത് പറയാൻ കാരണം നമ്മൾക്കറിയാം, ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ചാനല്, അതിനെ ട്രോളുകാർ വിളിക്കുന്നത് വേശ്യാനെറ്റ് എന്നാണ്. നമ്മൾ BJP ആശയങ്ങളുമായിട്ട് ഹിന്ദുത്വ ആശയങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആളുകളും തീവ്രമായിട്ട് തന്നെ ഹിന്ദുക്കൾക്ക് വേണ്ടി ചിന്തിക്കുന്ന ആളുകളൊക്കെ വിളിക്കുന്ന പേര് വേശ്യാനെറ്റ് എന്ന് തന്നെയാണ്. ഈ വേശ്യാനെറ്റ് ഈ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ 83% വരുന്ന ഓഹരി രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഇന്നത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഉടമസ്ഥതയിലാണ് എന്ന് പറയുമ്പോൾ ആരും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഒരുപാട് ആളുകൾ കൃത്യമായിട്ട് തെളിവ് സഹിതം തന്നെ ഇത് പറയാറുണ്ട്. എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും ഇതല്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടില്ല, ആണ് എന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഇത് നമ്മുടെ എല്ലാം വിരൽ തുമ്പിൽ തന്നെയുള്ള മൊബൈലിൽ തന്നെ കൃത്യമായിട്ടും ഉണ്ട്. നിങ്ങൾ അടിച്ചു നോക്കുക, ഏഷ്യാനെറ്റ് ന്യൂസിന്റെ എത്ര ഷെയർ ആണ് രാജീവ് ചന്ദ്രശേഖരന് ഉള്ളത് എന്ന് ചോദിച്ചാൽ പബ്ലിക് ഡൊമൈനിൽ തന്നെ അവൈലബിൾ ആണ്. 83 ഷെയർ ആണ് ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആ കമ്പനികളുടെ കീഴിലുള്ളത്. അതുകൊണ്ട് തന്നെ അയാളുടെ ചാനൽ തന്നെ, ഞാൻ അയാളുടെ എന്ന് പറയാൻ മറ്റൊന്നും കൊണ്ടുമല്ല, അദ്ദേഹം ഇന്ന് ഇവിടെ BJPയുടെ 3 MLA-മാരിൽ ഒരു MLA തന്നെയാണ്. പക്ഷെ അദ്ദേഹം എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിക്കുന്നിടത്താണ് ബിസിനസ്. നമുക്കറിയാം, ഒരു വാണിജ്യപരമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടി കടന്നു വരുന്ന ഓരോ ആളുകളെയും നമ്മൾക്കറിയാം. ബിസിനസ് മെന്റാലിറ്റിയോടുകൂടി കടന്നു വന്നിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ആ മെന്റാലിറ്റി മാത്രമാണ് തനിക്ക് എന്നുള്ളത് അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയേണ്ടതുണ്ട്. ഇവിടെ ഹിന്ദുവിന്റെ വോട്ട് ഇവന്മാർക്ക് എല്ലാവർക്കും വേണം താനും. പക്ഷെ ഹിന്ദുവിനെ അങ്ങോട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയ ഹിന്ദു തീവ്രവാദി ആയാലോ ഹിന്ദുത്വ പാർട്ടി ആയാലോ എന്ന് ഭയന്ന് നടന്നുകൊണ്ട് മതേതരം പുട്ടിന് പീരയിടുന്ന പോലെ വിഴുങ്ങാൻ വേണ്ടി നടക്കുന്ന നേതാക്കന്മാരാണ് ഇവർ. അതുകൊണ്ട് അവരെ നമ്മൾ പച്ചയ്ക്ക് തുറന്നു കാട്ടുക തന്നെ വേണം. ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ഏറ്റവും കൂടുതൽ വിദ്വേഷ പ്രചരണങ്ങളും പച്ച നുണകളും പടച്ചിറക്കി ജനങ്ങളുടെ മനസ്സിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിൽ എന്ന് മാത്രം പറയണം, കേരളത്തിലെ മലയാളികളുടെ മനസ്സിലേക്ക് ഈ തീവ്രമായിട്ടുള്ള വിരുദ്ധത, BJP വിരുദ്ധത, അതല്ലെങ്കിൽ ദേശീയതയോടുള്ള വിരുദ്ധത, അത് പ്രചരിപ്പിക്കുന്നതിൽ ഏഷ്യാനെറ്റ് തന്നെയാണ് നമ്പർ വൺ തന്നെയാണ്. അങ്ങനെ തന്നെ പറയണം. നമ്പർ 1 ആണല്ലോ എല്ലാത്തിനും അവർ അവകാശപ്പെടുന്നത്. ശരിയാണ്, നമ്പർ 1 തന്നെ. സ്വന്തം ഉടമസ്ഥതയിലുള്ള ന്യൂസ് ചാനൽ, അതെന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും അതിനെ നിയന്ത്രിക്കാൻ അയാൾക്കാവുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ ഇവിടെ കെട്ടിയാടുന്ന വേഷങ്ങൾ അത് കൃത്യമായിട്ടും ഇവിടത്തെ ജനങ്ങളെ പറ്റിക്കാനുള്ള, ഇവിടത്തെ ദേശീയതയെ ഇഷ്ടപ്പെടുന്ന, BJP ഇഷ്ടപ്പെടുന്ന, നമ്മൾക്കൊന്നും വോട്ട് ചെയ്യാൻ വേറൊരു ചോയ്സ് ഒന്നും ഇല്ല. നമ്മൾക്കറിയാം, BJPക്ക് അല്ലാതെ അതല്ലെങ്കിൽ NDAയുടെ ഘടകകക്ഷികൾ അവർ നിർത്തുന്ന സ്ഥാനാർത്ഥികൾക്കല്ലാതെ നമുക്ക് വോട്ട് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല എന്ന് നമുക്കറിയാം. അത് ചൂഷണം ചെയ്തുകൊണ്ട് വാണിജ്യപരമായിട്ടുള്ള ലാഭത്തിന് വേണ്ടി രാജ്യത്തെ ഒറ്റുകൊടുക്കുക, രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുക, അതിന്റെ പേരിൽ ഏകദേശം 2 ദിവസത്തോളം നിരോധനം നേരിട്ട ചാനൽ കൂടിയാണ് ഏഷ്യാനെറ്റ് ന്യൂസും പിന്നെ ഞമ്മന്റെ 3/4 ചാനലും എന്ന് നമുക്കറിയാം. അത്തരത്തിൽ ആ നിരോധനമൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് പിൻവലിക്കപ്പെട്ടത് എന്ന് ചിന്തിക്കുന്നിടത്താണ് കേന്ദ്രത്തിലും അങ്ങ് ഡൽഹിയിലും ഞമ്മിന് പിടിയുണ്ടടാ എന്ന് സിനിമയിൽ ഏതൊരു ഡയലോഗ് കേട്ടിട്ടില്ലേ, അതുപോലെ ഡൽഹിയിലും പിടിയുള്ളത് ഈ രാജീവ് ചന്ദ്രശേഖരൻ തന്നെയാണ്. അത്തരത്തിൽ പിടിപാടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ ചാനലിന് മാത്രം നിരോധനം നേരിട്ടപ്പോൾ അത് നിരോധനം നീക്കിക്കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞമ്മന്റെ 3/4 ചാനലിലും നിരോധനം
നീക്കിക്കൊടുത്തു. ഇന്ന് ഏറ്റവും കൂടുതൽ ഈ കേരളത്തിൽ ഈ ഹിന്ദു വിരുദ്ധത, BJP വിരുദ്ധത, ദേശവിരുദ്ധത അത് പ്രചരിപ്പിക്കുന്ന രണ്ട് ചാനലേ ഉള്ളൂ. ആ രണ്ട് ചാനലിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന രണ്ടിലൊന്നാണ് ഈ ഏഷ്യാനെറ്റ് എന്ന് വിളിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസും ഈ പറയുന്ന മുക്കാൽ 1 ചാനലും എന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം. അപ്പോഴെങ്ങനെയാണ് നമ്മളിത് പച്ചയ്ക്ക് പറയാതിരിക്കാനാവുക? ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒളിഞ്ഞും തെളിഞ്ഞും കൃത്യമായിട്ട് ഇത് പറയുന്ന ആളുകളെയൊക്കെ വന്നല്ലോ ഓൺലൈൻ സംഖ്യ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരു കൂട്ടരെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇവന്മാർക്ക് ഈ ഓൺലൈൻ സംഖ്യകൾ തന്നെയാണടാ ഇവിടെ BJPക്ക് ഇത്ര സ്വീകാര്യത. ഈ നാട്ടിൽ നടക്കുന്ന, ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും ഒരു BJP നേതാവിനേക്കാൾ കൂടുതൽ ഇവിടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഓൺലൈൻ സംഖ്യകൾ തന്നെയാണ് എന്നുള്ളത് ഇവിടുത്തെ സാധാരണക്കാർക്ക് അറിയാം. അതുകൊണ്ട് കാശിന് വേണ്ടി തിരഞ്ഞെടുപ്പ് ഫണ്ട് കക്കാനും നക്കാനും കട്ടുമുടിക്കാനും വേണ്ടി നടക്കുന്ന നേതാക്കന്മാർക്ക് ഓൺലൈൻ സംഖ്യകളെ കാണുമ്പോൾ ഒരു പുച്ഛമായിരിക്കും. കിടന്നും മലന്നും നടന്നും ഒക്കെ കൊടുത്തുകൊണ്ട് പലവിധ സ്ഥാനങ്ങൾ നേടി നടക്കുന്ന കുറെ തരുണീമണികളൊക്കെ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ ഇത്തരത്തിൽ ഓൺലൈൻ സംഖ്യകളെ കാണുമ്പോൾ പുച്ഛമായിരിക്കും. മഞ്ഞ ചാനൽ എന്നൊക്കെ ആയിരിക്കും അവർ വിളിക്കുക. പക്ഷെ ഈ ഓൺലൈൻ സംഖ്യകൾ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഇത്ര പോലും വളർച്ച ഈ ജനങ്ങളുടെ മനസ്സിലേക്ക് BJPയെ കുറിച്ചും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും കേരളത്തിൽ പ്രചരിപ്പിക്കാൻ വേറെ ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? BJPക്കാരാ, നിന്നോട് ഞാൻ ചോദിക്കട്ടെ നേതാക്കളെ, നിങ്ങൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭാരതത്തിന്റെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ ഈ ഭരണത്തിൽ നടപ്പിലാക്കുന്ന ഭരണ നേട്ടങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരായുള്ള ജനങ്ങളിലേക്ക് എത്തേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇത് പ്രചരിപ്പിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഉറക്കെ ചോദിക്കണം. അപ്പോൾ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഇവന്മാർക്ക് അതിനൊന്നും നേരമില്ല. ഇവന്മാർക്ക് ചാനലിൽ ചർച്ചയ്ക്ക് പങ്കെടുത്ത് അതിൽ വൈറലാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിലൊക്കെ ഏർപ്പെടുക, എന്നിട്ടോ അത് പ്രചരിപ്പിക്കുക. അല്ലാതെ ഈ രാജ്യം ഭരിക്കുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, ആ പാർട്ടി NDA എന്ന് പറയുന്ന ആ പാർട്ടി, ആ BJP ഉൾപ്പെടുന്ന NDA വലിയ ഘടകകക്ഷി, അവർ നടത്തുന്ന ഭരണ നേട്ടങ്ങൾ അത് എത്തിക്കാൻ ഇവർക്ക് നേരമില്ല. ശരിയല്ലേ? ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. നമ്മൾക്ക് കുറ്റം പറയാതിരിക്കാനാവില്ല. കാരണം വിമർശനം ഒന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ എന്തെങ്കിലും ആളുകളുടെ തെറ്റായാലും ശരിയായാലും എല്ലാത്തിനെയും വിമർശിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നത്. അത് വിമർശനാത്മകമല്ല, വിമർശനത്തിന് അതീതമാണ് ഞാനെന്ന് ചിന്തിക്കുന്നിടത്ത് ഈ വിമർശനത്തിന് അതീതമാണെന്ന് ചിന്തിക്കുന്ന ആളുകൾ അവർ തെറ്റ് തന്നെയാണ്. ഞാനിതെല്ലാം പറയുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ നമ്മുടെ നാടിന്റെ, നമ്മുടെ മാതൃസംഘടനയായിട്ടുള്ള രാഷ്ട്രീയ സ്വയം സേവക സംഘ് RSS ആയാലും BJP എന്നതിനെ ഇന്ന് KJP ആക്കി മാറ്റിയിട്ടുള്ള ഇവിടത്തെ കാശ് കട്ട് നക്കാൻ വേണ്ടി മാത്രം ഇവിടത്തെ പാർട്ടിയെ ഒറ്റുകൊടുത്ത് ജീവിക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ, അവരെയും പച്ചയ്ക്ക് ഞാൻ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിമർശനം കൃത്യമായിട്ടും കാണേണ്ടവർ കണ്ടിട്ടുണ്ട്. അല്ലാതെ എന്നെ തെറി വിളിക്കുന്ന ഇവിടത്തെ KJPയുടെ അടിമകളോ KSSന്റെ, ഞാൻ ഈ KSS എന്ന് പറയുന്നത് RSSനെ കളിയാക്കിക്കൊണ്ടല്ല, യഥാർത്ഥ RSSകാരെ മാത്രമേ നമുക്ക് RSS എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവരെ നമ്മൾ KSS എന്ന് വിളിക്കും. ഇപ്പൊ യഥാർത്ഥത്തിലുള്ള BJPക്കാരെ നമ്മൾക്കറിയാം, അവരെ നമ്മൾ BJPക്കാർ എന്ന് വിളിക്കും. അല്ലാത്തവരെ ഈ കേരളത്തിൽ കൃത്യമായിട്ട് യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞ് പച്ചയ്ക്ക് തുറന്നു പറയാൻ നട്ടലുള്ള ആളുകൾ വിളിക്കുന്നത് KJP എന്ന് തന്നെയാണ്. ആ KJPയിൽ പെട്ട ആളുകൾ തന്നെയാണ് ഇവിടുത്തെ കൃത്യമായിട്ടും ഈ രാജ്യത്തിനെതിരെ ഈ പറയുന്ന വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മുതലാളിയാണെങ്കിലും ഇവിടെ കാശ് കട്ടുപിടിച്ച് നടക്കുന്ന പട്ടപ്പകല് നരേന്ദ്രമോദിജി വന്ന സമയത്ത് കടപ്പുറത്ത് മൊബൈലിന്റെ ലൈറ്റ്, ഫ്ലാഷ് ലൈറ്റ് അടിച്ചുകൊണ്ട് പൊക്കി പിടിക്കാൻ പറഞ്ഞ നേതാവൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ കള്ളൻ എന്ന് പേര് അയാൾക്ക് മാത്രമാണ് ചേരുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തിനേറെ നമ്മുടെ TG മോഹൻദാസ് അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്തൊക്കെ അദ്ദേഹത്തെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള KSSകാരും KJPക്കാരും, അപ്പൊ KSSലും KJPയിലും പെടാത്ത യഥാർത്ഥത്തിലുള്ള RSSകാരും BJPക്കാരും ഉണ്ട്. അവരെന്നെ ബന്ധപ്പെട്ടിരുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് അടുപ്പമുള്ള ഒരുപാട് ആളുകളുണ്ട്, വലിയ പൊസിഷനിൽ ഇരിക്കുന്നവരും ചെറിയ പൊസിഷനിൽ ഇരിക്കുന്നവരും. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന RSSന്റെയും BJPയുടെയും നേതാക്കന്മാർ എന്നെ ബന്ധപ്പെട്ടിരുന്നു. അവർ കൃത്യമായിട്ട് പറഞ്ഞു, ബൈജു ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പറയല്ലേ, നമ്മൾക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും, അതുകൊണ്ട് ക്ഷമിക്കൂ, എല്ലാത്തിനും പരിഹാരമില്ലാതെ പോവില്ല എന്നുള്ള ആ വാക്ക് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾക്ക് വലിയ ആശ്വാസം വന്നു. അത് മാന്യ പ്രേക്ഷകരോട് പറയേണ്ടതുണ്ട്. കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ നമ്മുടെ ഭാഗത്ത് നടക്കുന്ന തെറ്റുകുറ്റങ്ങളും തെമ്മാടിത്തരങ്ങളും നമ്മൾ പറയണം. അപ്പോളെ നമ്മുടെ പാർട്ടിക്കാർ നടത്തുന്ന തെമ്മാടിത്തരവും വൃത്തികേടുകളും നമ്മൾ അനുസരിച്ച്, അതല്ലെങ്കിൽ നമ്മളും അതിൽ പങ്കാളി അല്ല എന്ന് കൃത്യമായിട്ട് നമ്മൾക്ക് പറയേണ്ടതുണ്ട്. ശരിയല്ലേ? ഇപ്പൊ നോക്കൂ, നമ്മുടെ ശബരിമല ക്ഷേത്രത്തിൽ നടന്ന സ്വർണ്ണക്കൊള്ളയായിക്കോട്ടെ, അവിടെ ഇതാ മിൽമ നെയ്യിൽ നടന്ന അഴിമതി ആയിക്കോട്ടെ, ഇത്തരത്തിൽ ഒട്ടേറെ വിഷയങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ഈ നാട്ടിലെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അതിൽ ഇടപെടാറുണ്ടോ?
ഇല്ല. ഇപ്പോൾ അതിൽ ഇടപെട്ടാലുള്ള പ്രശ്നം എന്താണ്? ഇപ്പൊ അയോധ്യ ക്ഷേത്രത്തിൽ തട്ടിപ്പും വെട്ടിപ്പും ഒന്നും നടന്നിട്ടില്ല എന്നുള്ള വാർത്തയൊക്കെ കഴിഞ്ഞ ദിവസം വന്നു. പക്ഷെ വന്നു എന്നുള്ള വാർത്തകൾ വന്ന സമയത്ത് അത് വന്നിട്ടില്ല എന്ന് തെളിയിക്കാൻ നമ്മളുടെ കേരളത്തിലെ ഈ BJP-ക്കാർക്കും ഈ KSSകാർക്കും ഒന്നും പറ്റിയിട്ടില്ല, KJP-ക്കാർക്കും KSSകാർക്കും പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ സാധാരണക്കാരന് ഒരു വിഷയം വരുമ്പോൾ ആ സാധാരണക്കാരെ ഒറ്റുകൊടുക്കുന്ന സിസ്റ്റം ഇവിടെ നടമാടുമ്പോൾ അത് നമ്മൾ പച്ചയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ നമ്മളും അതിലെ ഒരു ഭാഗഭാക്കായി മാറും. നമ്മുടെ മനസാക്ഷിയോട് നമുക്ക് ഉത്തരം പറയാനുണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും BJP-യുടെയും RSSന്റെയും, അങ്ങനെ തന്നെ പറയണം, KJP-യെയും KSSനെയുമാണ് ഞാൻ ഇത്രയും നാൾ ശക്തമായി പച്ചയ്ക്ക് വിമർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ KJP-യിലും KSSലും ഉൾപ്പെടാത്ത BJP-യിലെയും RSSലെയും ഉൾപ്പെട്ട യഥാർത്ഥ നന്മയൂറുന്ന മനുഷ്യത്വമുള്ള ഹിന്ദുവിനെ തിരിച്ചറിയുന്ന ആളുകളുണ്ട്. അവരിൽ പലരും ബന്ധപ്പെട്ടത് കൊണ്ട് കൃത്യമായിട്ട് ഞാൻ ഇവരെ വിമർശിക്കുന്നതിന് ചെറിയൊരു ഗ്യാപ്പ് ഇടുക തന്നെയാണ്. കാരണം എല്ലാത്തിനും ഉത്തരം കിട്ടും എന്നുള്ളൊരു വാക്ക് അവരുടെ പക്ഷത്ത് നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെ അത് നിങ്ങൾ മാന്യ പ്രേക്ഷകരോട് പറയേണ്ടതുണ്ട് എന്ന് തോന്നി. കാരണം നമ്മൾ എന്തിനും ഏതിനും പച്ചയ്ക്ക് പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ കൂട്ടക്കാരത് പറയാതെ അത് പൂഴ്ത്തിക്കൊണ്ട് ജിഹാദികളെയും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് കൊങ്ങികളായിട്ടുള്ള രാജ്യദ്രോഹി രാജ്യവിരുദ്ധരെ കുറിച്ച് നമ്മൾ മാത്രം പറയുമ്പോൾ നമ്മുടെ പക്ഷത്ത് നടക്കുന്ന തെമ്മാടിത്തരങ്ങൾ, വൃത്തികേടുകൾ, അതിനെതിരെ മിണ്ടാത്ത എന്താടാ നീ എന്ന് ചോദിക്കുന്ന ജിഹാദികളോടും കമ്മികളോടും കൊങ്ങികളോടും പറയേണ്ടതുണ്ട്. അതേടാ, ഇവിടെ തെറ്റ് കണ്ടാൽ അത് എന്റെ പാർട്ടിയാണെങ്കിലും നിന്റെ പാർട്ടിയാണെങ്കിലും എന്റെ സംഘടനയാണെങ്കിലും നിന്റെ സംഘടനയാണെങ്കിലും പച്ചയ്ക്ക് പറയുക തന്നെ ചെയ്യും. ആ പറച്ചിൽ കേൾക്കാൻ അത് നിനക്ക് നട്ടലുണ്ടെങ്കിൽ കേൾക്ക് എന്ന് മാത്രം പറയാം. അല്ല നമ്മൾ പക്ഷപാതം പിടിച്ച് നമ്മുടെ പാർട്ടിയെ സുഖിപ്പിക്കുന്ന ഏർപ്പാടൊന്നും എനിക്കില്ല. ഞാനത് പഠിച്ചിട്ടുമില്ല. ഇവിടെ ശുദ്ധ വൃത്തികേടുകൾ കാണുമ്പോൾ ഇവിടെ എന്റെ സമുദായമായിട്ടുള്ള ഹിന്ദു എന്ന് പറയുന്ന 2 അക്ഷരത്തിന് കീഴിലുള്ള ആ മനുഷ്യന്മാർക്ക് ആരും സഹായത്തിനില്ലാതെ എന്തെങ്കിലും വിഷയം വരുമ്പോൾ ഒറ്റുകൊടുക്കുന്ന രീതിയിലേക്ക് ഇവിടത്തെ ഹിന്ദുത്വ നേതാക്കന്മാരാണെങ്കിലും KJP-ക്കാരാണെങ്കിലും KSSകാരാണെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരെ വിമർശിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ തൽക്കാലം ആ ഒരു വിമർശനാത്മക ബുദ്ധി ഞാൻ മാറ്റിവെക്കുകയാണ്. നമ്മുടെ മുതിർന്ന കാര്യകർത്താക്കന്മാർ ഇടപെട്ടത് കൊണ്ട് തന്നെ കൃത്യമായിട്ടും വ്യക്തിപരമായിട്ട് എന്നോട് സംസാരിച്ചത് കൊണ്ട് തന്നെ തൽക്കാലം ഞാൻ അതവിടെ മാറ്റിവെക്കുകയാണ്. പക്ഷെ അതിൽ റിസൾട്ട് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ കട്ടിട്ടുള്ള മോട്ടിച്ച് നക്കിയിട്ടുള്ള യഥാർത്ഥ വിവരങ്ങൾ എന്റെ കയ്യിലുണ്ട്. തെളിവ് സഹിതം നമ്മുടെ എല്ലാവരുടെയും പക്ഷത്തേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഇടാൻ യാതൊരു മടിയുമില്ല എന്ന് കൂടി പറയുകയാണ്. എന്തായാലും തൽക്കാലം ഈ വിമർശനത്തിന് ചെറിയൊരു ഇടവേള നൽകുക തന്നെയാണ്. അപ്പൊ എന്നെ തെറി വിളിച്ചിട്ടുള്ള ഓൺലൈനിൽ വന്നിട്ട് സംഘ BJP ഹിന്ദുത്വ ആശയം പേർന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട്. അവരോട് പറയാനുള്ളത്, എന്ത് കണ്ടാലും റാൻ മൂളുന്ന സ്വഭാവം അത് ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ നട്ടെല്ലുള്ള സംസ്കാരത്തോടെ ജീവിക്കുന്ന സ്വാഭിമാനി ഹിന്ദുവിന് ചേർന്നതല്ല. അതുകൊണ്ട് തെറ്റ് കണ്ടാൽ വിമർശിക്കേണ്ടതുണ്ട്, ആ വിമർശനം ശക്തമായി പറയേണ്ടതുണ്ട്. അല്ലാതെ എല്ലാത്തിനും റാൻ 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 എന്ന് മൂളിക്കൊണ്ട് ഇവന്മാരുടെ പള്ള വീർപ്പിക്കുന്ന കക്കലിനും മോട്ടിച്ച് നക്കുന്നതിനും കുടപിടിക്കാൻ നമ്മൾ ആരും നിന്ന് കൊടുക്കരുത്. ഇവിടുത്തെ ഹിന്ദുവിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇവിടുത്തെ ഹിന്ദു സംഘടനാ നേതാക്കന്മാരോ ഇവിടുത്തെ ഹിന്ദുവിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് എന്ന് പ്രചരിപ്പിച്ച് നടക്കുന്ന നമ്മുടെ വോട്ട് വാങ്ങി വിജയിച്ചിട്ടുള്ള ഇവിടുത്തെ രാഷ്ട്രീയക്കാരായുള്ള BJP ആയാലും CPM ആയാലും കോൺഗ്രസ് ആയാലും അവരോട് നമ്മൾ ചോദിക്കണം, എന്റെ വോട്ട് നിനക്ക് തന്നിട്ട് നീ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തടോ എന്ന് ചോദിക്കണം. ഇനി നമ്മൾ കൊടുക്കണോ വേണ്ടയോ എന്ന് നമ്മൾ ആലോചിച്ചിട്ടേ കൊടുക്കാവൂ. നമ്മുടെ TP സെൻകുമാർ സാർ പറഞ്ഞിരുന്ന ഒരു കാര്യം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് TP സെൻകുമാർ സാർ പച്ചയ്ക്ക് പറഞ്ഞിരുന്നു, നോക്കൂ, നമ്മളെ വിമർശിക്കുന്ന, അതായത് നമ്മുടെ ഹിന്ദുക്കളെ ദ്രോഹിക്കുന്ന ഹിന്ദു വിരുദ്ധനായിട്ടുള്ള ആളുകൾ അവർ സ്ഥാനാർത്ഥികളായി നിൽക്കുമ്പോൾ അവിടെ നമ്മൾ രാഷ്ട്രീയം നോക്കാതെ അവനെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ പണിയെടുക്കണം, വോട്ട് കുത്തണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഹിന്ദു അത് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഹിന്ദുവിന്റെ വോട്ട് ഏകീകരിച്ചില്ല. അവിടെ ജിഹാദികൾ വരെ ജയിച്ചു. ഹിന്ദുവിന്റെ ഭൂരിപക്ഷമുള്ള ഏരിയയിൽ പോലും ജിഹാദി നാമധാരികൾ ജയിച്ചു കയറിയത് അതുകൊണ്ടാണ്. അതുകൊണ്ട് TP സെൻകുമാർ സാറിനെ പോലെയുള്ള പച്ചയ്ക്ക് യാഥാർത്ഥ്യങ്ങൾ നട്ടെല്ലോടുകൂടി ഒറ്റ തന്തയ്ക്ക് പറന്നതാടാ ഞാൻ ഒരു രാഷ്ട്രീയക്കാരൻ ഇവിടെ ഹിന്ദു മാറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹിന്ദു ആ ഏകീകരണത്തോടുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഏതൊരു BJP-ക്കാരനും നിങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാൻ മുന്നോട്ട് ഓടി വരും. ഏതൊരു ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ഹിന്ദുവിനൊരു വിഷയം വന്നാൽ അവിടെ ഇടപെടാനുണ്ടാവും. അവിടെ പച്ചയ്ക്ക് നമ്മൾ പറയാതിരുന്നു കൊണ്ട് ഇവന്മാരെയൊക്കെ വളർത്തുന്ന രീതിയിലേക്ക് രാഷ്ട്രീയവും ജാതിയും മതവും നോക്കി നമ്മൾ നമ്മുടെ വോട്ട് പാഴാക്കി കളഞ്ഞാൽ TP സെൻകുമാർ സാർ പറഞ്ഞ ആ റിസൾട്ട് നമുക്ക് നേടാനാവില്ല. ഹിന്ദുവിന്റെ അവസ്ഥ മാത്രം നമ്മൾ ആലോചിക്കുക.
അതിനനുസരിച്ച് മാത്രം നമ്മൾ പ്രവർത്തിക്കുക. അപ്പോൾ ഹിന്ദുവിന് വിരുദ്ധമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് ഏഷ്യാനെറ്റ് ചാനലാണെങ്കിലും അതിന്റെ മുതലാളി രാജീവ് ചന്ദ്രശേഖരനാണെങ്കിലും മറ്റൊട്ടേറെ നേതാക്കന്മാരാണെങ്കിലും അവന്റെയൊക്കെ മുഖത്ത് നോക്കി പറയണം നമ്മൾ. കാരണം നമ്മുടെയൊക്കെ ഈ ചൂണ്ടുവിരലിൽ പതിയുന്ന ഭിക്ഷയാണ് ഇവനൊക്കെ ജയിച്ചു കയറാനുള്ള വോട്ടായിട്ട് കിട്ടിയത്. നമ്മുടെയൊക്കെ ഭിക്ഷ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾക്ക് വേണ്ടി നിലപാടെടുക്കാത്ത, നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത അവന്മാരെ നമ്മൾ പച്ചയ്ക്ക് തള്ളി പറയുക തന്നെ വേണം. പക്ഷേ ഇത്തരത്തിൽ ഞാൻ താൽക്കാലികമായിട്ട് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ്. അത് മാന്യ പ്രേക്ഷകരോട് ഷെയർ ചെയ്യുകയാണ്. മുതിർന്ന കാര്യകർത്താക്കൾ ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ എന്ന് സൂചിപ്പിക്കാനാണ് ഈ ലൈവ്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.